ജന്മാഷ്ടമി ദിനത്തിലെ ബാലഗോകുലം ശോഭയാത്രയ്ക്കെതിരെ അക്രമം നടന്ന കണ്ണൂർ ചിറ്റാരിപ്പറമ്പിൽ CPMന് ശക്തമായ താക്കീതായി ഹിന്ദു ഐക്യവേദിയുടെ സനാതനധർമ്മ സംഗമം. ഹിന്ദുക്കൾ പാകിസ്ഥാനിൽ പോയിട്ടാണോ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കേണ്ടതെന്നും ആഘോഷം അലങ്കോലപ്പെടുത്തുന്നതും അവഹേളിക്കുന്നതും ആരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണെന്നും ഇവിടുത്തെ ജനങ്ങൾക്കറിയാമെന്നും സംഗമം ഉദ്ഘാടനം ചെയ്ത ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി പറഞ്ഞു. ശോഭയാത്രയ്ക്കെതിരെ അക്രമം അഴിച്ചുവിട്ട CPMകാർക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിക്കൊണ്ടായിരുന്നു സനാതന ധർമ്മ സംഗമം. CPMകാർ സംഘർഷമുണ്ടാക്കിയ അതേ ചിറ്റാരിപ്പറമ്പിലാണ് സനാതന ധർമ്മ സംഗമം സംഘടിപ്പിച്ചത്. ഹിന്ദുക്കൾ പാകിസ്ഥാനിലും ചൈനയിലും പോയിട്ടാണോ ശ്രീകൃഷ്ണ ജയന്തി നടത്തേണ്ടത്? ഇവിടെ RSS നിരോധിത മേഖല എന്ന് CPM ബോർഡ് വച്ചിട്ടുണ്ട്. ഡൽഹിയിൽ അങ്ങനൊരു ബോർഡ് വച്ചാൽ CPM നേതാക്കൾ ചപ്പാത്തി നിന്ന് ഓഫീസിലിരിക്കേണ്ടി വരുമെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി പറഞ്ഞു. ഹിന്ദുക്കള് പാകിസ്ഥാനിൽ പോയിട്ട് ശ്രീകൃഷ്ണ ജയന്തി നടത്തണോ? സൗദി അറേബ്യയിൽ പോയിട്ട് ഗണേശോത്സവം നടത്തണോ? ചൈനയിൽ പോയിട്ട് ശ്രീകൃഷ്ണ ജയന്തി നടത്തണോ? ഹിന്ദുക്കൾക്ക് അവന്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, അവന്റെ ആരാധനാ സ്വാതന്ത്ര്യം ലഭ്യമാകുന്നില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യണം എന്നാണ് ഈ അക്രമിക്കൂട്ടം ഉദ്ദേശിക്കുന്നത്? നിങ്ങളിവിടെ RSS നിരോധിത മേഖല എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോ ഈ കൂപമണ്ഡൂകങ്ങളുടെ പ്രവൃത്തി ചിരിക്കാതിരിക്കാൻ തോന്നില്ല. എടോ CPMമാരാ, ഡൽഹിയിലെ RSSകാർ CPM നിരോധിത മേഖല എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് വെച്ചാൽ നിന്റെ സഹാക്കന്മാർ ചപ്പാത്തി നിന്നിട്ട് ഡൽഹിയിലെ ആഫീസിൽ അവിടെ ഇരുന്നിട്ട് കൂടുന്ന പോളിറ്റ് ബ്യൂറോ യോഗം ഉണ്ടല്ലോ, ആ പോളിറ്റ് ബ്യൂറോ നടക്കണമെങ്കിൽ, അവിടെ ആഫീസ് കയറണമെങ്കിൽ, ആഫീസിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ RSSകാരുടെ അനുവാദം വേണം. മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്ത് നടത്തിയ സമാധാന ചർച്ചയുടെ ലംഘനമാണ് ഇവിടെ നടക്കുന്നത്. പഴയ സംഘർഷകാലത്തേക്ക് പോകണമെന്നാണോ CPM ആഗ്രഹിക്കുന്നത്? മണ്ണന്തറ ഒരു പ്രത്യേക റിപ്പബ്ലിക്കാണോ എന്നും അദ്ദേഹം ചോദിച്ചു. നിഷ്പക്ഷമായ നീതി നടപ്പിലാക്കിയില്ലെങ്കിൽ പോലീസ് സ്റ്റേഷന്റെ ബോർഡ് മാറ്റി CPMന്റെ പാർട്ടി ഓഫീസിന്റെ ബോർഡ് വയ്ക്കുന്നതാണ് നല്ലതെന്നും വത്സൻ തില്ലങ്കേരി വിമർശിച്ചു. അപ്പരം അവിവേകവും എടുത്തുചാട്ടവുമെല്ലാം ഇപ്പുറത്തുമുണ്ടെങ്കിൽ ഈ നാട്ടിലെ സമാധാനം തകരില്ലേ? പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകണമെന്നാണോ ആഗ്രഹിക്കുന്നത്? അത്തരമൊരു സാഹചര്യം ഈ നാട്ടിലും വരണമെന്നാണോ ചിന്തിക്കുന്നത്? അതിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കണം എന്നതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ നിൽക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ഞങ്ങൾ മണ്ണന്തറ സഖാക്കൾ ഞങ്ങൾ ഇതാ വേറെ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് റിപ്പബ്ലിക്കായോ? മണ്ണന്തറ റിപ്പബ്ലിക് ഉണ്ടോ? CPM ശക്തി കേന്ദ്രമെന്ന് അവകാശപ്പെടുന്ന ചിറ്റാരിപ്പറമ്പിൽ നൂറുകണക്കിന് ആളുകളാണ് സനാതന ധർമ്മ സംഗമത്തിന്റെ ഭാഗമായത്. ജനം, കണ്ണൂർ.